നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വീഡിയോസൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ജ്വല്ലറി മാനേജറാകാൻ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അഭി. ഈ സമയത്ത് നവിയും ജലജയും കൂടെ ഉണ്ടായിരുന്നു. ജലജ പറഞ്ഞു, ഇത്രയും വലിയ പൂജകളൊക്കെ നടത്തിയിട്ട് പോലും ഈ കുടുംബത്തിലുള്ള ആർക്കും ഒരു സന്തോഷമില്ല. അതെങ്ങനെയാ? നീ ജ്വല്ലറിയുടെ മാനേജരാകാൻ പോകുന്ന ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അല്ലെങ്കിലോ സാധാരണഗതി പൂജകളൊക്കെ നടത്തുന്ന സമയത്ത് എല്ലാവരും വരുന്നതല്ലേ. ഇപ്പം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. നവി പറഞ്ഞു, അതൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഇനിയിപ്പം അങ്ങനെ പൂജകൾ നടത്തുന്ന സമയത്ത് ആരും വന്നില്ലെങ്കിലും എൻ്റെ മോന് കിട്ടിയിരിക്കുന്ന നല്ലൊരു പദവിയില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നബി പറഞ്ഞു, അത് ശരിയാ, സ്വന്തം പെങ്ങള് പോലും ഇതിനകത്ത് പങ്കെടുത്തില്ലല്ലോ, അവൾക്ക് പോലും താല്പര്യമില്ല അബി ജ്വല്ലറിയുടെ മാനേജർ ആവുന്നുണ്ട്. ജലജ പറഞ്ഞു, എടാ മോനെ, നീ അവിടെ ചെന്ന് നല്ല രീതിയിൽ തന്നെ നിൽക്കണോട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മൂർത്തി ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുക. അധികം വൈകാതെ തകർന്ന് തരിപ്പണമാവും. അപ്പം അനിയെ ആ സ്ഥാനത്തുനിന്ന് നിന്റെ മുത്തശ്ശൻ മാറ്റും. നിന്നെ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടവൻ അനി. അവന്റെ മുന്നിൽ നീ തല ഉയർത്തി പിടിച്ചാലും നിൽക്കണം. ജ്വല്ലറിയുടെ മാനേജറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു സ്ഥാനം ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാവരുടെ മുന്നിൽ തലയെടുപ്പോടെ നിനക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയും കണ്ടല്ലേ നിൽക്കുള്ളൂ. ആ കാര്യത്തിൽ എനിക്കൊരു ഭയമില്ലെന്ന് പറഞ്ഞു. നവി പറഞ്ഞു, അതെ, ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നുമല്ല കാര്യങ്ങൾ. അത് മാത്രമല്ല, ജ്വല്ലറി ഉള്ളവര് നിനക്ക് എത്ര രൂപ സാലറി തരുന്നതെന്നറിയാവോ? മോഹിപ്പിക്കുന്ന സാലറി തന്നെ നിനക്ക് കിട്ടാൻ പോകുന്നത്. അബി പറഞ്ഞു, എല്ലാം നിന്റെ ഇഷ്ടം കൊണ്ട്, നിന്റെ കാര്യം കൊണ്ട്, അതായത് നീ ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തോണ്ട് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൊണ്ടാ, അല്ലെങ്കിൽ ഒരിക്കലും എനിക്കിപ്പോൾ ഈ ജോലി കിട്ടില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അത് മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനകളും വഴിപാടുകളും എത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോനൊരു നല്ല ജോലി കിട്ടണം, നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. എങ്കിലമ്മേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എടാ മോനെ, നോക്കിയും കണ്ടുമൊക്കെ നിൽക്കണം. അറിയാലോ, നീ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജ്വല്ലറിക്ക് വെച്ചിട്ട് ഉയർച്ചയായിരിക്കണം ഉണ്ടായിരിക്കണം. നല്ലത് മാത്രം പറയിപ്പിക്കണം, അറിയാലോ. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ അബി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമേന്ന് പറഞ്ഞു. അങ്ങനെ അബി ജലജയുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കണം. പിന്നീട് നബി പറഞ്ഞു, പോയിട്ട് വരാമേ എന്ന് പറഞ്ഞു. അപ്പം നബിയും കൂടെ പോകുന്നുണ്ടായിരുന്നു. ആദ്യ ദിവസമല്ലേ അബിയെ കൊണ്ടേയാക്കാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാളവിക അവിടെയുള്ള സ്റ്റാഫിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ എന്ന് ചോദിച്ചു. അതെ, എല്ലാ കാര്യങ്ങളും ഓക്കെയാ. പുതിയ മാനേജരാ വരാൻ പോകുന്നത്, നല്ല രീതിയിലുള്ള സ്വീകരണം കൊടുക്കണമെന്ന് ഡേവിഡ് സാറ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് അവിടേക്ക് വന്നു. ഡേവിഡ് വന്നിട്ട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ അല്ലേന്ന് ചോദിച്ചു. അതെ, എല്ലാ കാര്യങ്ങളും ഓക്കെയാ. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ബൊക്കം മേടിച്ച് മാളവികയുടെ ഇലയ്ക്ക് കൊടുക്കണം. ഇത് മാളവിക തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അല്ല സാറേ, ഞാൻ മാളവിക കൊടുത്താൽ മതി. അറിയാലോ, പുതിയ മാനേജർ വന്ന് ചാർജ് എടുക്കാനായിട്ട് പോകുന്നത്, എല്ലാ രീതിയിലും നല്ല സ്വീകരണമായിരിക്കും. പിന്നെ വരാൻ പോകുന്ന ആളാരെന്നറിയാലോ, ജ്വല്ലറിയുടെ പുതിയ മാനേജറാ. അത് മാത്രമല്ല, അനന്തമൂർത്തിയുടെ കൊച്ചുമാനാണ്. കൊച്ചുമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദത്തുപുത്രയുടെ മകനാണ്. അയാൾക്ക് അവിടെ വേണ്ട പരിഗണനയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കരുത്, നല്ല രീതിയിലുള്ള പരിഗണനയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു. ശരി സാറെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി നബിയും കൂടെ അങ്ങോട്ട് വന്നു. അബിക്ക് പൂച്ചണ്ടൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ്. പിന്നീട് അബിയോട് പറഞ്ഞു, അതെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അബി പറഞ്ഞു, എല്ലാം അറിയാം സാറെന്ന് പറഞ്ഞു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. അതെ, അങ്ങനെ തന്നെ വേണം. എങ്കിൽ ശരി, വരാൻ പറഞ്ഞു. അങ്ങനെ അബിയെ കൂട്ടിക്കൊണ്ട് അബിയുടെ ചെയറിൻ്റെ അടുത്തേക്ക് നിന്നു. അബിയുടെ ക്യാബിൻ്റെ അടുത്തേക്ക് മാളവികയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് പറഞ്ഞു, സാറ് ഇരിക്കാൻ പറഞ്ഞു. സാറോ? നവ്യം. അബി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അല്ല, സാറെന്തിനാ എന്നെ സാറേന്ന് വിളിക്കുന്നത്? അതോ, ഇനിയിപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ സാറാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചെന്നുള്ളൂ. ഇത് ഈ കമ്പനിയിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. മാളവിയിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഡേവിഡ് പറഞ്ഞു, അബി കഴിവുള്ളവനാന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനും വേണ്ടപ്പെട്ടവരും അബി ഇവിടെ നിയമിക്കാൻ തീരുമാനിച്ചത്. അപ്പോഴേക്കും മാളവി ഒരു സംശയത്തോടു കൂടി ആലോചിക്കുകയാണ്, ആരായിരിക്കും വേണ്ടപ്പെട്ടവര്? അവരെയാണ് കണ്ടെത്തേണ്ടത്. അപ്പം ഇതിൻ്റെ പിന്നെ വേറെ ആരോ ഉണ്ട്, അതാരാന്ന് കണ്ടെത്തണം. പിന്നെ ഈ സാറെന്നുള്ള വിളി എന്തുകൊണ്ടായിരിക്കും അയാൾ സാറെന്ന് വിളിച്ചത്? അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല അബിയെ. അയാൾ വെറൊരു സ്റ്റാഫ് മാത്രം, മാനേജർ. അതിവിടെ ഇരിക്കുന്ന MD അങ്ങനെ വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നുണ്ട്. അപ്പോഴേക്കും അബി പറഞ്ഞു, സാറേ, എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നോട് ശ്രമിക്കും. പിന്നെ ജ്വല്ലറി നിന്ന് എനിക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആത്മാർത്ഥത്തോട് കൂടിയിട്ടോ ഞാനിവിടെ ജോലി ചെയ്യത്തുള്ളൂ പറഞ്ഞു. അതെ, അതാ ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഡേവിഡും പറഞ്ഞു. അബി അല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണല്ലോ അബിയെ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാക്കിയത്. ഈ സമയത്ത് മാളവിക സംശയത്തോട് കൂടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. നബിക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അബിക്ക് നല്ലൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ കിട്ടിയിരിക്കുന്നത്. പിന്നീട് ഡേവിഡ് ഇപ്പം ഇരിക്കുന്ന കസാര ഉണ്ടല്ലോ,
ഈ കസേരയിൽ അധികം നാളെ അബിക്ക് ഇരിക്കേണ്ട വരില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു അബി ഞെട്ടലോട് നോക്കുകയാണ്. എടോ, ഇവിടുന്ന് ഒരു പടിപടിയായിട്ട് നമ്മൾ ഉയർന്നു പോകണം. അപ്പോൾ ഈ കസേര വേറെ ആയാലും വരും, പക്ഷെ ഇവിടുന്ന് നല്ല ഉയരങ്ങളിലേക്ക് വേണം പോകാനായിട്ട്. അങ്ങനെ ആ ഒരു ആത്മവിശ്വാസത്തോട് വേണം ഇരിക്കാനെന്നൊക്കെ പറഞ്ഞു. അബിയെ കുറച്ച് പുകഴ്ത്തുന്നൊക്കെയുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നബിക്ക് സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പം അവന്തിക നാഗേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ കണ്ടില്ലേ, അബി ഇപ്പം ജ്വല്ലറി മാനേജറായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ അവൻ MD ആവും. എൻ്റെ ഒരു മോന് MD, ഒരു മോളും MD, അങ്ങനെ 2 പേരും ഒരേ സമയത്ത് വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവന്തി പറഞ്ഞു, അച്ഛാ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഞങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കാൻ വേറെ ആരെങ്കിലും വരുമോ? അതും നമ്മൾ അങ്ങനെ പറഞ്ഞേ. അല്ല, ഞങ്ങളുടെ കുഞ്ഞുനാളിലെ അച്ഛന് നാട് വിട്ടു പോയതാണല്ലോ, ഇനിയിപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് വേറെ അവകാശികളാരും വരുമോയെന്ന് ചോദിച്ചു. എൻ്റെ മോളെ അങ്ങനൊന്നും പറയരുത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, വേണ്ടാതെ പോലും അങ്ങനെ ഒരു ചിന്തകളൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടാവരുമെന്ന് പറഞ്ഞു. അതെ, ആ കമ്പനിയിലേക്ക് വേറെ ആരും വരാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ആ അനിയെന്ന് പറയുന്നവനാണല്ലോ കമ്പനി നബിയെ ഇറക്കി വിട്ടെ. അപ്പം ഉറപ്പായിട്ടും ജ്വല്ലറി കയറിയിട്ട് അബിക്ക് അനിയെ തകർക്കാണ്ട് സാധിക്കണം, അവനെ ആ പൊസിഷനിൽ നിന്ന് ഇറക്കാൻ സാധിക്കണം. മൂർത്തി ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കുന്ന അനി താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവന്തി പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ദേ, അനിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ പോകുന്ന പുരുഷനാ, അച്ഛനറിയാലോ. ആ പിന്നെ വാശിയും വൈരാഗ്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ മോളെ അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നീയും അവൻ നമ്മളെ അനിയും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സാരത്തുമ്പിൽ അവനെ നീ പിടിച്ച് കെട്ടിയിടണം. പിന്നെ അറിയാലോ, നീ പറയുന്നൊക്കെ അവനനുസരിക്കണം. ഒടുവിൽ ജ്വല്ലറി മൂർത്തി ജ്വല്ലറിയും തമ്മിൽ ഒന്നിക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ, അതൊക്കെ എനിക്കറിയാച്ച. ആ കാര്യം ഓർത്ത് അച്ഛൻ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് ക്യാബിനിലിരുന്ന അബിയോട് ഡേവിഡ് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അബി, നബിയോട് നല്ല റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയത്. നീ നല്ല രീതിയിൽ കസലിരിക്കുവാണെങ്കിൽ നിനക്ക് ഇനി അധികം വൈകാതെ GM ആകാനായിട്ട് പറ്റും. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിന്നെക്കുറിച്ച്. അതെ, അനന്തമൂർത്തിയുടെ ദത്തുപുത്രനാണെന്നറിയാം. അതിനേക്കാളും ഉപരി ആ വീട്ടിൽ നീ അനുഭവിച്ച വേദനകൾ, പീഡനങ്ങളൊക്കെ എനിക്കറിയാം. അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിനക്ക് ഈ കസാര ഞാൻ തന്നിരിക്കുന്നത്. അപ്പം അത് നീ മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ചിനോട് പറയേണ്ട കാര്യമല്ല സാറേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതെ, അതങ്ങനെ തന്നെ വേണം, അറിയാലോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഡേവിഡും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, പറഞ്ഞത് കേട്ടല്ലോ, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ സെൽഫിയൊക്കെ എടുത്തു. അബിയോട് നബി പറഞ്ഞു, ഇപ്പം തന്നെ ഡേവിഡ് സാറ് പറഞ്ഞു കേട്ടോ, ഞാൻ കാരണമാണ് നിനക്ക് ഈ സ്ഥാനം കിട്ടിയെന്ന്. അപ്പം അതിൻ്റേതൊരു നന്ദി സ്നേഹമൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പൊഴി അവിടുന്ന്, പിന്നെ നിന്നോട് സ്നേഹമില്ല, പിന്നെ എനിക്ക് ആരുടെ സ്നേഹമുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നബി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അബി ആ കസേരയിലിരുന്നിങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടുകൂടി പറയണം, മൂർത്തി ജ്വല്ലറി ഇതുപോലൊരു കസാര ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയില്ല. പക്ഷേ ജ്വല്ലറി വന്നിട്ട് കിട്ടി. ഇനിയാണ് താൻ കളിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ. പിന്നീട് മാളവിക ആദർശനെ വിളിച്ചു. അങ്ങനെ ആദർശുമായിട്ട് സംസാരിക്കുകയാണ്. ആദർശനോട് പറഞ്ഞു, ആ ഡേവിഡിന്റെ മുകളിൽ ആരോ ഉണ്ട്, അയാളും അയാളുടെ വേണ്ടപ്പെട്ടവരുമാണ് ഇപ്പൊ അബിയെ തീരുമാനിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ആദർശ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കാരണവശാലും അബിയെ അവിടെ വെക്കില്ല, ഈ പറയുന്ന നവ്യയുടെ റെക്കമെൻഡേഷനൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട് ആദർശ് സാറേ, അല്ലെങ്കിലോ ഈ പറയുന്ന വലിയ കഴിവുള്ള മോഡലൊന്നും അല്ല നവ്യ. പിന്നെ അവരെ ഇത്ര മോഡലാക്കി വെക്കാനായിട്ട് എന്താ കാരണമെന്നും മനസ്സിലായിട്ടില്ല. എന്തോ തക്കതായൊരു കാരണമുണ്ട്. പിന്നെ അബി അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിന് മേളിലുള്ള ആരുമെങ്കിലും ആയിട്ട് അവൻ നല്ല പിടിപാട് കാണുമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അത് ശരിയാ, ഈ ഡേവിഡുമായിട്ടോ ഡേവിഡിന് മുകളിലുള്ള ആരോ ആയിട്ട് അവന് നല്ല പിടിപാടുണ്ട്, അവനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. പക്ഷെ ഏതാന്ന് നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. സാരമില്ല, അധികം വൈകാതെ കണ്ടെത്താന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാളവി പറഞ്ഞു, എങ്ങനെയെങ്കിലും അവരുടെ ഹോട്ടലുണ്ടല്ലോ അവിടെ ഒന്ന് കയറി പറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഒരു ദിവസം ഡേവിഡ് സാറിനോടൊപ്പം പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ നടക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചാലും. പക്ഷെ ഇതുവരെയായിട്ട് അതിൻ്റെ ഒരു അവസരം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ആദർശോട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് നയനയുടെ കോൾ വരുന്നത്. ആദർശേട്ടാ, എനിക്ക് നല്ല വയറുവേദന ക്ഷീണമുണ്ട്, ഇവിടെ വരെ ഒന്ന് വരാമെന്ന്. അത് ഇപ്പം തന്നെ വന്നു എന്ന് പറഞ്ഞു. മാളവിയോട് ഞാനിന്ന് വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് വീട്ടിലേക്ക് നിന്ന് നയനയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പറഞ്ഞു, വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, പക്ഷെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, പിന്നെ യാത്രകളൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശോട് ഞാനിവളോട് പറയാറുണ്ട്, പക്ഷെ ഇവള് സമ്മതിക്കാറില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആദർശനോടെ പറയാനുള്ളത്, ഇനി എന്തെങ്കിലും കാണിച്ച് വാശി പിടിച്ചാലും ഒരു കാരണവശാലും കൂട്ടിക്കൊണ്ട് പോവരുത്, റെസ്റ്റ് എടുക്കുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തച്ഛനെ വിളിക്കുകയാണ് ഡോക്ടർ. മൂർത്തി മുത്തച്ഛനോട് കാര്യങ്ങൾ പറയാണ്. അതെ, നയൻ്റെയുടെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ല, റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂർത്തി സാറേ.
പിന്നെ ഒരു കാര്യമുണ്ട് ഡോക്ടറെ, 3 മാസമല്ലേ ആയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇനി അവിടെയൊക്കെ പോകണം, വീട്ടിൽ പോകണം. വീട്ടിൽ പോയി ഇടയ്ക്ക് നയനയുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കൃത്യമായിട്ട്. മൂർത്തി സാറ് പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഉണ്ട് എന്നെ വിളിച്ചറിയിക്കാൻ മടിക്കരുത്. ആ കാര്യത്തിലൊന്നും സാറ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശിയോട് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ പറയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു എനിക്ക് കുറച്ച് ദിവസം അവിടെ പോയി നിന്നാൽ കൊള്ളാമെന്നുണ്ട്. അതെന്താ വസന്തര പോയിക്കോ, അവിടെ പോയി നിന്നോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനും മുടക്കൊരു കുഞ്ഞുണ്ടാവും. ഇനി എല്ലാ കാലത്തും അവരെ അവിടെ നിർത്താനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? മുത്തശ്ശൻ പറഞ്ഞു ഒരിക്കലും അല്ല. ആദർശിന് സ്വഭാവം അറിയാലോ, അവൻ അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തും. സത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ഇങ്ങോട്ടേക്ക് തിരികെ വരും. തിരികെ വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലടോ. താൻ ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ കൊച്ചുമോനല്ലേ, അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൻ പിടിച്ചു നിന്നില്ലേന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യുക, താൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നീട് നയനയുടെ അടുത്തേക്ക് ദേവേനയും കൂട്ടിക്കൊണ്ടാണ് മുത്തശ്ശി ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പുള്ളിക്കാരത്തി അവരോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ദേവേനയും മുത്തശ്ശിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു സസ്പെൻസ് അയക്കുന്നല്ലോ, ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു ആദർശിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമെന്നുള്ള കാര്യം. പക്ഷേ എങ്കിലേ അത് മോളോട് അവൻ പറയാതിരിക്കുന്നതായിരിക്കും, സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് മുത്തശ്ശി പരിചയപ്പെടുത്തുന്നത് ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ. ഇതാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തും മുത്തശ്ശൻ ഇവരെ കൊണ്ടാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലുണ്ടാക്കുന്ന നല്ല രുചിയേറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരും. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള നല്ല രുചിയായിരിക്കും എന്ന് പറഞ്ഞു. അതെ, മോൾക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു ഞാൻ ആദർശിനെ ഗർഭിണിയായിരുന്ന സമയത്തും ഇവരെ വിളിപ്പിച്ച പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു മോൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞു പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാം സഹായിച്ചു തരുമെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.